ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസിലും പി സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷയുടെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഓഫ് എ ആൻഡ് ബി ഈസ് 3:7. After adding 9 to each number, the ratio becomes 9:70. The number of a and b are. നമുക്ക് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എ ബി എന്നീ രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:7 ആണ്. ഓരോ സംഖ്യയോടും 9 കൂട്ടിയാൽ അംശബന്ധം 9:17 ആയി മാറും. എങ്കിൽ എ ബി എന്നീ സംഖ്യകൾ ഏവ? എയുടെ വാല്യൂ 3x ആണെന്ന് നമുക്ക് വിചാരിക്കാം. ബിയുടെ വാല്യൂ 7x ആണ്. അങ്ങനെ വരുമ്പം എയുടെയും ബിയുടെയും കൂടെ 9 കൂട്ടുമ്പോൾ ആണ് അംശബന്ധം 9:17 ആവുന്നത്. അപ്പം എയുടെ കൂടെ 9 കൂട്ടുമ്പോൾ എത്ര വരും? 3x + 9 ഡിവൈഡ് ബൈ 7x + 9 = 9/17 എന്ന് കിട്ടും. അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? അതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3x + 9 × 17 + 9 × 7x + 9 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12x = 72 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടും. എയുടെ വാല്യൂ 3x ആണെന്നും ബിയുടെ വാല്യൂ 7x ആണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ? എയുടെ വാല്യൂ 3x ആകുമ്പോൾ 3 × 6 = 80. ബിയുടെ വാല്യൂ 7x ആകുമ്പോൾ എന്ത് വരും? 7 × 6 = 42. അപ്പോൾ ആൻസർ ചെയ്ത് വരും 1842. ആൻസർ വരുന്നത് 1842 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ട്രെയിൻ ഈസ് കോഡഡ് ആസ് 34567 ആൻഡ് ഹൗ വിൽ യു ബി റെയിൻ? ട്രെയിൻ ഇതാണെങ്കിൽ റെയിൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രെയിനെ നമുക്ക് എങ്ങനെ എഴുതാം? 34567. അപ്പോൾ റെയിൻ എന്താകും? 4567. ആറിൻ്റെ വാല്യൂ 4, എയുടെ വാല്യൂ 5. ആറിൻ്റെ വാല്യൂ 4, എയുടെ വാല്യൂ 5, ഐയുടെ വാല്യൂ 6, എന്നിൻ്റെ വാല്യൂ 7. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4567. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗോപൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ നോക്കാം. Goban is facing north. He then turns 45 degree in the clockwise direction and then again turns 180 degree in the same direction. He then turns 45 degree in the anti-clockwise direction. Find the direction he is facing now. നമുക്ക് മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഗോപൻ വടക്കോട്ട് നോർത്ത് ദർശനമായിട്ട് നിൽക്കുന്നു. അവൻ ഘടികാര ദിശയിൽ 45 ഡിഗ്രി തിരിയുന്നു. പിന്നീട് അതേ ദിശയിൽ 180 ഡിഗ്രി തിരിയുന്നു. അതിനുശേഷം ഘടികാര ദിശയ്ക്കെതിരായി 45 ഡിഗ്രി തിരിയുന്നു. ഇപ്പോൾ ആദ്യം അദ്ദേഹം 45 ഡിഗ്രി തിരിയുന്നു. 45 ഡിഗ്രി തിരിഞ്ഞിട്ട് അതേ ദിശയിൽ തന്നെ 180 ഡിഗ്രി തിരിയുന്നു. അപ്പം 225 ഡിഗ്രി തിരിഞ്ഞു. വീണ്ടും എന്ത് ചെയ്തു? 45 ഡിഗ്രി തിരിയുന്നു. അപ്പോൾ മൊത്തം എത്ര വരും? ഈ 45 കൂടെ ക്യാൻസൽ ആയിപ്പോൾ അങ്ങനെ വരുമ്പോൾ 225 - 45 = 180 ഡിഗ്രിയാണ് തിരിഞ്ഞത്. 180 ഡിഗ്രി തിരിയുമ്പോൾ ഇപ്പോൾ നോർത്ത് നിൽക്കുന്ന ആൾ പിന്നെ 180 ഡിഗ്രി തിരിയുമ്പോൾ എവിടെ ആയിരിക്കും? സൗത്തിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പം നോർത്ത് നിൽക്കുന്ന ആൾ 180 ഡിഗ്രി തിരിഞ്ഞാൽ എവിടെ വരും? സൗത്തിൽ വരും. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ 45 ഡിഗ്രി രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോവും. അങ്ങനെ വരുമ്പോൾ 180 ഡിഗ്രിയേ വരത്തുള്ളൂ. അപ്പോൾ 180 ഡിഗ്രി തിരിയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നോർത്ത് നിൽക്കുന്ന ആൾ സൗത്തിലേക്ക് എത്തും. ഇഫ് ഓൺ January 20, 2030 ഈ സൺഡേ, ദെൻ വിച്ച് ഡേ വിൽ ബി ദ January 4, 2028? ഇതിൽ നമുക്ക് 2 വർഷം പുറകോട്ടേക്കാണ് പോകേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 വർഷം ബാക്കിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? 2 വർഷം ബാക്കിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 2030 ജനുവരി 20 ഞായറാഴ്ചയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ 2028 ജനുവരി 4 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 2028 ജനുവരി 4 ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 വർഷം ബാക്കിലേക്ക് പോകണം. 2 വർഷം ബാക്കിലേക്ക് പോകുമ്പോൾ 2028 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 2 വർഷത്തെ ബാക്കിലേക്ക് പോകുമ്പോൾ ഒറ്റപ്പെട്ട ദിവസങ്ങൾ എത്രയാണെന്ന് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 2028 ഒറ്റപ്പെട്ട ദിവസങ്ങൾ 2, 2029 ഒറ്റപ്പെട്ട ദിവസങ്ങൾ 1. അപ്പോൾ January 4 മുതൽ January 20 വരെ എത്ര ദിവസങ്ങളുണ്ട്? അത് തമ്മിലുള്ള ഡിഫറൻസ് 16 ദിവസമാണ്. 16 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ദിവസം എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 16 ഡിവൈഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 2 ആഴ്ചയും 2 ഒറ്റപ്പെട്ട ദിവസം വരും. അപ്പോൾ ഇവിടെയും 2 ഒറ്റപ്പെട്ട ദിവസം വരും. മൊത്തം എത്ര ഒറ്റപ്പെട്ട ദിവസങ്ങൾ വരും? 2 + 1 + 2 5 ഒറ്റപ്പെട്ട ദിവസങ്ങൾ വരും. ഇതിപ്പോൾ ബാക്കിലേക്ക് എടുക്കുന്നത് കൊണ്ട് സൺഡേയിൽ നിന്ന് 5 ഒറ്റപ്പെട്ട ദിവസം കുറയ്ക്കണം. അപ്പോൾ സൺഡേ -5 എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് xy = 22, x² + y² = 100 and what will be the value of x + y? അപ്പോൾ xyയുടെ വാല്യൂ 22, x² + y²
100 ആണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈയുടെ വാല്യൂ 22 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100 ആണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ വില എന്തായിരിക്കും? അപ്പം നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നറിയാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 100 തന്നിട്ടുണ്ട്. അത് നമുക്കവിടെ എഴുതുക. 2 × എക്സ് വൈയുടെ വാല്യൂ 22 എന്ന് എഴുതുക. അങ്ങനെ വരുമ്പോൾ 144 കിട്ടും. എന്ത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് 144. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്താണ്? √144 വരും. അതാണ് 12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 77th ക്വസ്റ്റ്യൻ നോക്കാം. √2+. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 12 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 75th ട്യൂസ്ഡേ ആണ് വരുന്നത്. 77 √2 + √7 ഡിവൈഡ് ബൈ √2 - √7. ഇതെന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഒരു ഇറാഷണൽ നമ്പർ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ കോൺജുഗേറ്റ് എടുക്കുന്നത് എങ്ങനെ? കോൺജുഗേറ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ താഴെ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ നേരെ ചിഹ്നം മാറ്റി എഴുതുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. √2 + √7 ഡിവൈഡ് ബൈ √2 - √7 ഇൻറ്റു ഇവിടെ ഇൻറ്റു വരും. √2 + √7 √2 + √7. അപ്പോൾ മേളിൽ എന്ത് വരും? √2 + √7 √2 + √7 എന്ത് വരും? √2 + √7 ഹോൾ സ്ക്വയർ വരും. താഴെ 2 - 7 വരും. അതായത് -5 വരും. ഇതൊരു ഇറാഷണൽ നമ്പറാണ്. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ വാല്യൂ ഓഫ് -13 × -6 × -3? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 234 എന്നുള്ളതാണ്. 3 മൈനസ് വരുമ്പോൾ എന്താണ് വരുന്നത്? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് വരും. -234 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ. അരുൺ സെൽ ഹിസ് TV at a ratio of 1,540 and bears a loss of 30%. At what rate should he sell his TV so that he gains a profit of 30%? അതായത് അരുണ് തൻ്റെ TV 1540 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ 30% ലാഭം ലഭിക്കണമെങ്കിൽ അവൻ ആ TV എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിച്ചത്. ഇയാൾ 1540 രൂപയ്ക്ക് വിറ്റപ്പം 30% നഷ്ടമെന്ന് പറയുമ്പോൾ അയാളുടെ എത്ര രൂപയെ വരത്തുള്ളൂ? 30% നഷ്ടം എന്ന് പറയുമ്പോൾ 70% കോസ്റ്റ് പ്രൈസാണ് 1540 എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്ന 1540 × 100/70 കണ്ടുപിടിക്കുമ്പോൾ 2200 കിട്ടും. 30% ലാഭം വേണമെങ്കിൽ എന്ത് ചെയ്യുക? അദ്ദേഹം നഷ്ടത്തിന് വിറ്റപ്പോഴാണ് 1540 രൂപയ്ക്ക് വിറ്റത്. 30% ലാഭം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 100%-ൻ്റെ കൂടെ 30 കൂടെ കൂട്ടുമ്പോഴാണ് 30% ലാഭം വരുന്നത്. അപ്പം 2200 × 130/100 എന്ന് പറയുന്നത് 2860 ആണ്. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, 2860. അടുത്തത് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് ₹30,000 അറ്റ് 7% per annum ഈസ് 4,347. ദ പീരീഡ് ഓഫ് ഇൻ ഇയേഴ്സ് ഈസ്. നമുക്കിത് ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മുതൽ എത്രയാണ് തന്നിട്ടുള്ളത്? പ്രിൻസിപ്പൽ എമൗണ്ട് മുതൽ എന്ന് പറയുന്നത് 30,000 തന്നിരിക്കുന്നത്. റേറ്റ് 7%, കൂട്ടി പലിശ 4,347. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് ഈ കൂട്ടുപലിശയും കൂടെ ചേർന്ന് വരുന്നതായിരിക്കും എമൗണ്ട് എത്ര വരും? P + CI, അതായത് 30,000 + 4,347 എന്ന് പറയുമ്പം 34,347 ആണ് എമൗണ്ട് വരുന്നത്. ഇനി നമുക്ക് എമൗണ്ട് A = P × 1 + R/100 ദ ഹോൾ റൈസ് ടു N ആണ്. അപ്പോൾ 34,347 = 30,000 × 1 + 7/100 ദ ഹോൾ റൈസ് ടു N എന്ന് കിട്ടും. നമുക്ക് N-ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 34,347/30,000 = 107 / 100 ദ ഹോൾ റൈസ് ടു N എന്ന് കിട്ടും. ഇപ്പോൾ N-ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടിനും ഒരേ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ 100 × സ്ക്വയർ എന്ന് പറയുമ്പം അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ 4 0 വരും, ഇവിടെ 1 ആണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? /3 ചെയ്താൽ മതി. എല്ലാ ടൈമിനെയും /3 ചെയ്യണം. അപ്പോൾ 34347 /3 ചെയ്യുമ്പോൾ 11,449 വരും. ഈ 100ൻ്റെ സ്ക്വയർ എന്നുള്ളതാണ് 10,000 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ സ്ക്വയറിൻ്റെ ഫോമിലേക്ക് ആ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഭാഗം നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇപ്പം നമുക്ക് എന്ത് ചെയ്താം? 107ൻ്റെ സ്ക്വയറാണ് 11,449. അതേപോലെ 100ൻ്റെ സ്ക്വയറാണ് ഇത് 10,000 എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ N-ൻ്റെ വാല്യൂ എത്ര വരും? N-ൻ്റെ വാല്യൂ 2 ആണ് വരുന്നത്. N-ൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ വിട്ടുപോയായിരുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യന്. അതും കൂടെ നോക്കിക്കഴിയുമ്പോൾ തീരും.
A, B, C can complete their works in 40, 60 and 80 days respectively. They started working together if A and B left in 11 days and 8 days before the completion of work. In how many days they will be complete this work? ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ, അതായത് എയും ബിയും സിയും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 60 ദിവസം വേണം, 40 ദിവസം വേണം, 80 ദിവസം വേണം. എയ്ക്ക് 60 ദിവസം, ബിക്ക് 40 ദിവസം, എയ്ക്ക് 40 ദിവസം, ബിക്ക് 60 ദിവസം, സിക്ക് 80 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 3 പേരും കൂടി ഒന്നിച്ചൊരു വർക്ക് തുടങ്ങി, എന്നിട്ട് എയും ബിയും ഇപ്പോൾ പോയി. എ 11 ദിവസം കഴിഞ്ഞപ്പോൾ പോയി, ബി 8 ദിവസം കഴിഞ്ഞപ്പോൾ പോയി, സി ആണെങ്കിൽ ഫുൾ ഡേയ്സ് ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 40, 60, 80 LCM കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ വർക്ക് കിട്ടും. 40യുടെയും 60യുടെയും 80യുടെയും LCMമാണ് 214 എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 240 ഡിവൈഡ് ബൈ 46 യൂണിറ്റ്സ്. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 240 ഡിവൈഡ് ബൈ 60, 64 യൂണിറ്റ്സ് ആയിരിക്കും. സിയുടെ എഫിഷ്യൻസി 240 ബൈ 80, 3 യൂണിറ്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡേയ്സ് എ വർക്ക് ചെയ്ത് എത്രയാണ്? എക്സ് ഡേയ്സ് ആണ് മൊത്തമെങ്കിൽ എ വർക്ക് ചെയ്തത് X-11 ഡേയ്സ്, ബി വർക്ക് ചെയ്ത് X-8 ഡേയ്സ്, സി ആണെങ്കിൽ മുഴുവൻ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ 6 × X-11 + 4 × X-8 + 3x = 240 എന്ന് വരും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ്? X = 26 ഡേയ്സ് എന്ന് കിട്ടും. അതായത് 13x - 98 = 240 എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ 13x = 338 എന്ന് കിട്ടും. X = 26 ഡേയ്സ് ആണ് ആൻസറായിട്ട് വരുന്നത്. എക്സിൻ്റെ വാല്യൂ എത്ര വരും? 26 ഡേയ്സ് വരും. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.